ഹായ്. ഇപ്പം നമ്മൾ കാണുന്നത് വഴുതനങ്ങയുടെ തൈയാണ്, പിന്നെ പച്ചമുളകിൻ്റെ തൈയുമാണ്. ഇത് രണ്ടും ഞാൻ ഇന്നലെ പോയപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഓരോ തൈക്കും 5 രൂപയാണ് വില. അപ്പോൾ ഇവിടെ വഴുതനങ്ങയുടെ തൈ നട്ടത് നന്നായിട്ട് വന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ പോയപ്പം വാങ്ങിയതാണ് കടയിൽ നിന്ന്. ചീരയൊക്കെ അത്യാവശ്യം പറിക്കാനൊക്കെ സമയമായിട്ടുണ്ട്. കുറച്ചുകൂടി ആവട്ടെ എന്ന് വെച്ച് നിർത്തിയേക്കുക. 2-3 ദിവസം കൂടി കഴിയുമ്പം ചീരയൊക്കെ പറിക്കാറാവും. അപ്പം പിന്നെ പച്ചമുളകും തക്കാളിയൊക്കെ കായൊക്കെ പിടിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ, വളർന്ന് വരുന്നതേ ഉള്ളൂ. ചീരയൊക്കെ ഏകദേശം പറിക്കാറായിട്ടുണ്ട്. ചീര ഒത്തിരി വലുതായിട്ടൊന്നുമില്ല, എന്നാലും ഇത്രയൊക്കെ ഇനി ആവത്തുള്ളെന്ന് തോന്നുന്നില്ല. പറിക്കാൻ സമയമായിട്ടുണ്ട് ചീരയൊക്കെ. പിന്നെ ഞാൻ പച്ചമുളകൊക്കെ 3-4 എണ്ണമായിട്ട് നിൽക്കുക. മേളിലൊക്കെ ചെറുതായിട്ട് മുരടിപ്പ് വന്നായിരുന്നു, അതിനൊക്കെ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ വരുന്ന ഇലയൊക്കെ നല്ലതായിട്ട് വരുമായിരിക്കും. അതൊക്കെ പറിക്കാറായിട്ടുണ്ട്. ചീര പറിക്കുമ്പോൾ ഒരുമിച്ച് അതെല്ലാം പറിക്കും. പിന്നെ പയറുകൾ, പിന്നെ ഇവിടെ ഉള്ളത് പയർ ചെടിയാണ്. പയറും പാവലും ഒക്കെ വളർന്നു വരുന്നുണ്ട്. ഇതിവിടെ 1 വർഷം കൊണ്ട് കായ്ക്കുന്ന പേരയാണെന്നാണ് പറഞ്ഞത്. പിന്നെ അത് ആത്തച്ചെടിയാണ്. ആത്തയാണെങ്കിൽ നല്ലതായിട്ട് കിളുത്ത് വരുന്നുണ്ട്. മേളിൽ വെട്ടിക്കൊടുത്തായിരുന്നു. പിന്നെ അത് നീളമുള്ള പയറിൻ്റെ ഒരു ചെടിയായത്. അത് നല്ലതായിട്ട് കായൊക്കെ വരുന്നുണ്ട്. അത് കുറ്റിക്കുരുമുളകാണ്. അതിൽ മൊത്തം ചെറിയ ഇത് വരുന്നുണ്ട്. കായ ഉണ്ടാവുമായിരിക്കും. അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചതാണ്, കടയിൽ നിന്നൊന്നും വാങ്ങിയ കുരുമുളകല്ല. പിന്നെ നീളം പയറിൻ്റെ 3-4 തൈകളാണ് വെച്ചേക്കുന്നത്. അവത്തിലൊക്കെ നല്ലതായിട്ട് വന്ന് തുടങ്ങുന്നുണ്ട്. പയറൊക്കെ ഉണ്ടായി തുടങ്ങി. പയറൊക്കെ നല്ലതായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓരോ ചെടിയിലും നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കായ ഉണ്ടാവുന്നുണ്ട്. രാവിലെയും വൈകിട്ടും വെള്ളം തെളിച്ച് കൊടുക്കും. രാവിലെയും വൈകിട്ടും നല്ല വെയിലായതുകൊണ്ട് രാവിലെയും വൈകിട്ടും വെള്ളം മറക്കാതെ ഒഴിക്കണം. അപ്പം നല്ല ഇത് തരും. ഈ ബാക്കിൽ നിൽക്കുന്ന ചീരയ്ക്ക് അത്യാവശ്യം ഫ്രണ്ടിൽ നിൽക്കുന്ന ചീരയെക്കാളിലും വലിപ്പം വന്നിട്ടുണ്ട്. അതെന്താണെന്നറിയത്തില്ല, വ്യത്യാസമുണ്ട്. പിന്നെ മണ്ണ് ചെറിയ പാത്രത്തിലൊക്കെ വെച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫ്രണ്ടിലെ ചീരയ്ക്കൊക്കെ കുറച്ച് വലിപ്പം കുറവ്. പക്ഷേ ബാക്കി നിൽക്കുന്നത് ഗ്രോ ബാഗിലൊക്കെ നിൽക്കുന്നതിന് നല്ല നീളം വെച്ചിട്ടുണ്ട്. നീളമുണ്ട്, അത്യാവശ്യം വണ്ണമുണ്ട്. പിന്നെ ഒത്തിരി വളമൊന്നും ചേർക്കുന്നൊന്നുമില്ല. ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ നിൽക്കുന്നത് കുഞ്ഞു ചട്ടിയിലും പാലിൻ്റെ കവറിലുമൊക്കെയാണ് ഞാൻ നട്ട് വെച്ചേക്കുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിനൊക്കെ ഒത്തിരി നീളം വെക്കാത്തത്. പക്ഷേ ബാക്കി നിൽക്കുന്ന ചീരയൊക്കെ നല്ല കളറും നല്ല നീളമൊക്കെ വന്നിട്ടുണ്ട്. അത് ഗ്രോ ബാഗിലൊക്കെ, ഒരു ഗ്രോ ബാഗിൽ തന്നെ ഞാൻ 5-6 ഒക്കെ ചെടിയാണ് നട്ട് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ബാക്കിലാണെങ്കിൽ വേറൊരു പന്തലിട്ട് കുറേ അത്യാവശ്യം നല്ലതായിട്ട് പയറൊക്കെ പടർത്തി കയറ്റിയിട്ടുണ്ട്. അതിലൊക്കെ ഒത്തിരി പയർ വരുന്നുണ്ട്. വലുതായി കഴിയുമ്പോൾ അത് അത്യാവശ്യം കാണുമെന്ന് വിചാരിക്കുന്നു. മുഞ്ഞയൊന്നും കയറിയില്ല, കുഴപ്പമില്ല. മുഞ്ഞയ്ക്കൊക്കെ ഞാൻ സ്പ്രേ അടിച്ചു കൊടുത്തായിരുന്നു. ആദ്യമേ തന്നെ മുഞ്ഞ കയറിയായിരുന്നു. അപ്പം മരുന്ന് സ്പ്രേ ചെയ്തപ്പോൾ മുഞ്ഞ അങ്ങ് പോയി. പിന്നെ പാവലയിലും ചീരയിലും ഒക്കെ ഓരോ പുഴുവൊക്കെ കയറുന്നുണ്ട്. അതിലും യൂട്യൂബിൽ കാണുന്ന പോലെ ഓരോ മരുന്നൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇപ്പം അത്ര കുഴപ്പമില്ലാതെ പോകുന്നു. പാവലെ പൂവൊന്നും ഇട്ട് തുടങ്ങിയില്ല. പക്ഷേ പയറിൽ നല്ലതായിട്ട് പൂവൊക്കെ ഇട്ട് പയറൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. പാവൽ ഉടനെ തന്നെ പൂക്കുമായിരിക്കും. പിന്നെ പയർ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലതായിട്ട് കായൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പം തന്നെ ഒരു സന്തോഷമാണ്. അപ്പം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ ഇതിൻ്റെയൊക്കെ ചോട്ടി വന്ന് ഓരോന്നൊക്കെ ചെയ്യുമ്പം മനസ്സിനൊരു സന്തോഷമാണ്, മനസ്സംതൃപ്തി കിട്ടും. ഇതിൻ്റെയൊക്കെ ചോട്ടി വന്ന് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഓരോന്നൊക്കെ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് പുഴുവിനെയൊക്കെ എടുത്ത് കളഞ്ഞ് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിൻ്റെയൊക്കെ കൂടി ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് പന്തലൊക്കെ ഇടാനൊന്നും നമ്മളെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും പറ്റത്തില്ല. എൻ്റെ അച്ഛൻ എനിക്ക് കുറേ സഹായിക്കുകയൊക്കെ ചെയ്തു. ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഓരോന്നൊക്കെ ചെയ്യും. പിന്നെ അതെന്താണെന്നറിയത്തില്ല, അത് തന്നെ കിളുത്ത് വന്നതാണ്. ചീരയുടെ താഴെ നിൽക്കുന്ന ചെടി വെള്ളരിയോ വല്ലതും ആയിരിക്കും. പാവലൊക്കെ
നട്ടതുകൊണ്ട് തന്നെ കിളുത്ത് വന്നതുകൊണ്ട് പാവലില ഭയങ്കര പുഴുവിൻ്റെ ശല്യമുള്ളത്. പയറ് കുഴപ്പമില്ല, പയറായിപ്പം കുഴപ്പമില്ലാതെ വരുന്നത്. പയറുണ്ടായി കിടക്കുന്നത് കാണുമ്പം തന്നെ ഒരു സന്തോഷമാണ്. പിന്നെന്താ, പിന്നെ കോവലിൻ്റെ തൈയുണ്ട്. കോവൽ ഞാനൊരു 2-3 കമ്പ് കൊണ്ട് വെച്ചായിരുന്നു. അതൊക്കെ കുത്തി ചെറുതായിട്ട് കിളുത്ത് പന്തലിലോട്ട് കയറാൻ കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കയറി കയറിലോട്ട് വള്ളി വീശി തുടങ്ങി. പിന്നെ വഴുതന. പിന്നെ ഇത് ഞങ്ങളുടെ മുറ്റത്തെ പ്ലാവേലെ ചക്കയാണ്. മുറ്റത്തൊരു പ്ലാവുണ്ട്, 3 ചക്കയകത്ത് കിടപ്പുണ്ട്. അത്രയൊക്കെയാണുള്ളത്. ഇവിടുത്തെ ആകപ്പാടെ ഉള്ള കുറച്ച് സ്ഥലത്താണ് ഇത് ചെയ്യുന്നത്. കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ വീടിൻ്റെ ചുറ്റുമുള്ള കുറച്ച് സ്ഥലത്താണ് ഞാനിതൊക്കെ ചെയ്തത്. അത് ഇപ്പോൾ ഈ ചൂട് സമയത്ത് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത്. വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ വേണ്ടിയാണ് ചീരയും അതിൻ്റെയൊക്കെ വിത്ത് വാങ്ങിയത്. ആദ്യം കിളുക്കുമെന്നൊന്നും വിചാരിച്ചില്ല, അങ്ങ് ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്തതാണ്. ചേട്ടൻ പറഞ്ഞ്